എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ബർത്ത്ഡേയുടെ 2ാം ദിവസം 56 പടിയിലെ 5-6 ജീവിതാനുഭവ പാഠങ്ങൾ എന്ന മല്ലൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് വലിയൊരു മാർഗദർശനമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ സ്കൂളുകളിൽ ബർത്ത്ഡേ ചോക്ലേറ്റ് കൊണ്ടുവരുന്ന കുട്ടികളോട് ചോദിക്കും, ഇന്നത്തെ ബർത്ത്ഡേ മെസ്സേജ് എന്താണ്? ഓക്കെ, അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച 5-6 പാഠങ്ങളാണെന്ന് ഞാൻ വിശദീകരിക്കുക. ഒന്നാമത്തെ പാഠം, സേവനത്തിൻ്റെ മാനുഷിക ജീവിത മൂല്യം. സേവനമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഞാൻ 1800 സ്കൂളുകളിൽ മനുഷ്യൻ മൃഗം തമ്മിലുള്ള വ്യത്യാസം ഡിബേറ്റ് നടത്തി അവരെ കൊണ്ട് പറയിപ്പിക്കും, ഇന്ന് മൃഗങ്ങൾ മനുഷ്യരെക്കാൾ നല്ലവരാണ്, എന്നാൽ സേവനാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നെല്ലാം പറഞ്ഞ് അവരെ ഉദ്ബോധിപ്പിക്കും. സേവ ഫലമോ ധർമ്മ. ഓക്കെ, രണ്ടാമത്തെ പാഠം, സമാധാനം കളഞ്ഞ് ജീവിതത്തെ കഷണമാക്കരുത്. പീസ് ദാൻ പീസസ്. ഇന്ന് ഞാൻ പിള്ളേരോട് ചോദിക്കും, ഇന്ന് പീസാണോ ലോകത്തിൽ കൂടുതൽ? അപ്പൊ പിള്ളേർ ചിരിച്ചോണ്ട് പറയും, ഇന്ന് പീസാണ്. അപ്പൊ ഞാൻ അവരോട് പറയും, ഇന്ന് നമ്മൾ പീസസ് ആക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സമാധാനം നമ്മൾ കളയാതിരിക്കുക. ഓക്കെ, കർത്താവ് പറയുന്നുണ്ട്, ഈ സമാധാനം ഞാൻ തരുന്നു, അത് നിങ്ങളിന്ന് ആർക്കും എടുത്ത് കളയാൻ പറ്റാത്തൊരു സമാധാനമാണ്. അങ്ങനത്തെ സമാധാനം നമുക്ക് ആഗ്രഹിക്കാം, അത് നമ്മുടെ അവകാശമാണ്. മൂന്നാമത്തെ പാഠം, പാവമാകരുത് പാവയാകരുത്. ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വലിയൊരു പാഠമാണ് പാവമാകരുത് പാവയാകരുത്. ഇന്നലെ ഒരു യൂട്യൂബർ മെക്കട്ട് കയറി ദീപക് എന്ന് പറഞ്ഞ ഒരു പയ്യനെ കൊന്നു കളഞ്ഞപ്പം അവന്റെ പാവത്തരാണ് ഇതേന്ന്. അപ്പൊ നമ്മൾ സ്മാർട്ടാകണം. കർത്താവ് പറഞ്ഞ പോലെ പാമ്പിനെ പോലെ വിവേകം വേണം, എന്നാൽ പ്രാവിനെ പോലെ നിഷ്കളങ്കത വേണം. ഓക്കെ, വീക്ക്നെസ് ഷുഡ് നോട്ട് ബിക്കം വീക്ക്നെസ്. ഓക്കെ, നാലാമത്തെ പാഠം, ഡയർ ടു ബി ഡിഫറെന്റ്. നമ്മൾ ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് മറ്റുള്ളവരിൽ നിന്ന്. അപ്പം നമ്മൾ വ്യത്യസ്തരാകാനായിട്ട് എന്ത് കണ്ടാലും കേട്ടാലും അത് നമ്മൾ ക്രിറ്റിക്കലായിട്ട് കാണാനായിട്ട് പഠിക്കണം. അതിന് പുതിയ മനോഭാവം ഉണ്ടാക്കണം. അഞ്ചാമത്തെ പാഠം, സിം എഗെയിൻസ്റ്റ് ദ ഫ്ലോ. ചത്തവർ ഒഴുക്കിലോട് പോകുമ്പം ജീവിക്കുന്നവർ ഒഴുക്കിനെതിരെ നീന്താനായിട്ടാണ് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒഴുക്കിനെതിരെ നീന്താനായിട്ട് നമ്മളെ തന്നെ പഠിപ്പിക്കണം, അതിന് പ്രചോദനം നൽകണം. ഓക്കെ, പിന്നെ ആറാമത്തെ പാഠം, ഗോഡ് നോസ് ദ ബെസ്റ്റ്. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനുള്ളത് നല്ലതിന്. ഓക്കെ, അങ്ങനെ ഒരു കവിതയുണ്ട്. എല്ലാം ഭഗവാൻ നല്ലതിനായിട്ട് വരുത്തുന്നു. ഇപ്പം ഞാൻ ചാന്താരൂപതയിലെ പള്ളിയിലെ അച്ഛനായിരുന്നു. ഓക്കെ, 2ാം മാസം എന്നെ വികാരി അച്ഛനാക്കി. 5ാം മാസം